കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ 3 വിദ്യാർത്ഥികളെയും സസ്പെൻഡ് ചെയ്തു. അഭിരാജ്, ആകാശ്, ആദിത്യൻ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് പോളിടെക്നിക്. കൂടുതൽ വിവരങ്ങളുമായി ജെവിനുണ്ട്. ജെവിൻ പറയൂ. ശാലിനി, നേരത്തെ തന്നെ പ്രിൻസിപ്പൾ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ വിദ്യാർത്ഥികൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. 3 പേരും, ആദിത്യനും ആകാശും അഭിരാജും 3 പേരും അവസാന വർഷ പോളിടെക്നിക് വിദ്യാർത്ഥികളാണ്. 3 പേരുടെയും അക്കാദമിക്ക് ബാധകമില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ അവരെ ബാധിക്കാത്ത രീതിയിലൊരു നടപടി ഉണ്ടാവുമെന്ന് പറഞ്ഞു. എന്നാൽ സസ്പെൻഷൻ തന്നെ കിട്ടിയിരിക്കുകയാണ് 3 വിദ്യാർത്ഥികൾക്കും. ഈ 3 പേരെയുമാണ് അവരുടെ മുറികളിൽ നിന്ന് കഞ്ചാവുമായി പോലീസ് ഇന്നലെ രാത്രി റെയ്ഡിനെ പിടികൂടിയത്. ഇപ്പോൾ അല്പസമയം മുൻപ് അഭിരാജ് സംസാരിച്ചപ്പോൾ പറഞ്ഞു, അഭിരാജ് അവിടുത്തെ യൂണിയൻ ജനറൽ സെക്രട്ടറി കൂടിയാണ്, SFIയുടെ ഭാരവാഹിയാണ്. നേരത്തെ സംസാരിച്ചപ്പോൾ തന്നെ കുടുക്കിയതാണെന്ന് പറഞ്ഞു. അതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ മറ്റ് ആകാശിനെ അല്പസമയം മുൻപ് ഈ 2 കിലോ കഞ്ചാവ് പിടികൂടിയതിൻ്റെ പേരിൽ കളമശ്ശേരി കോടതിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയിരിക്കുകയാണ്. ആകാശിനെ എന്തായാലും റിമാൻഡ് ചെയ്യുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ അഭിരാജും ആദിത്യനുമാണ് ഒരേ മുറിയിൽ താമസിക്കുന്നത്. ആ മുറിയിൽ നിന്നാണ് 9 ഗ്രാം ശകലം കഞ്ചാവ് പിടികൂടിയിരിക്കുന്നത്. എന്തായാലും ഇതിനൊപ്പം തന്നെ കോളേജ് ഇതിലൊരു ആഭ്യന്തര അന്വേഷണവും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവിടെ അധ്യാപകരടങ്ങുന്ന ഒരു സമിതി തന്നെ ഇത് അന്വേഷിക്കും. ഈ കഞ്ചാവ് എങ്ങനെ ക്യാമ്പസിനകത്ത് എത്തി, ഈ ക്യാമ്പസിനകത്ത് എത്ര കാലമായിട്ട് ഇതുണ്ട്, ഈ ഹോസ്റ്റലിലടക്കം വലിയ രീതിയിലൊരു പരിശോധന നടത്തും. പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള പരിശോധനയ്ക്കൊപ്പം തന്നെയായിരിക്കും ഈ ആഭ്യന്തര അന്വേഷണ സമിതിയുടെ പരിശോധനയും. വിദ്യാർത്ഥികളുമായി സംസാരിക്കാനും അവരിൽ നിന്ന് മൊഴിയെടുക്കുന്നത് പോലെ ഈ വിവരങ്ങൾ ശേഖരിക്കാനും ഈ ആഭ്യന്തര സമിതി തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ പ്രിൻസിപ്പൽ പറഞ്ഞത് ഈ കഞ്ചാവ് വിദ്യാർത്ഥികൾ കടത്തുന്ന ഇതുമായി ബന്ധപ്പെട്ട റെയ്ഡൊക്കെ നടന്നത് കുറേ കാലമായി ക്യാമ്പസിൽ നടക്കുന്ന ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ്, ഒരു തുടർച്ചയായാണ്. അതിൽ ഒരു അതിശയോക്തി വേണ്ട എന്ന രീതിയിലാണ്. ഇന്നലെ അപ്രതീക്ഷിതമായി പോലീസ് വന്നു എന്ന് മാത്രമാണ്, അങ്ങനെയാണ് ഉള്ളത് എന്നാണ്. എന്തായാലും ഇപ്പോൾ ഈ നടപടി, അതായത് 3 വിദ്യാർത്ഥികളെ ക്യാമ്പസിലെ ഒരു ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവുമായി പിടികൂടിയതിൽ പോലീസിന്റെ നടപടിക്കൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്കെതിരെ ഈ പോളിടെക്നിക് അവർക്കെതിരെ അവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെ ഒരു നടപടിയും ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ശാലിനി. ശരി ജെവിൻ.